ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായൊരു നില സത്യസായി ട്രസ്റ്റിന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് നല്ലൊരു കാര്യമാണ്. നൽകുന്ന സേവനത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ ആധ്യാത്മിക രംഗത്തുള്ളവർ തന്നെ പലരും മെനക്കെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യാഷ് കൗണ്ടർ ഇല്ലാതെയാണ് എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാതൃകാപരമായ ഒന്നാണ്. ആ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. പ്രശാന്തതയും പവിത്രതയും ദിവ്യത്വവും പ്രസരിപ്പിക്കുന്ന സായി ഗ്രാമത്തിൽ ജീവിതം സേവനവും സ്നേഹവും കൊണ്ട് സദാ വിമലീകരിക്കപ്പെടുന്നു. ഇതൊരിക്കലും ഒരു നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനവ ബോധത്തെ ആഹ്ലാദിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അല്ലാതെ പരസ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മൂലധനത്തെ ആശ്രയിക്കാനുള്ള ഒരു കുറുക്കു വഴി എന്നുള്ള നിലയ്ക്കോ അങ്ങനെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ കഴിയുന്ന വളരെ വലിയ ഒരു ആത്മാനുഷ്ഠാനത്തിൻ്റെ, അതാണ് പറയേണ്ടത്, ഒരു തപസ് പോലെ ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ കുട്ടികളുടെ സംരക്ഷണം, വിദ്യാഭ്യാസം, മുതിർന്നവരുടെ സംരക്ഷണം, അവരുടെ ആരോഗ്യം, പ്രകൃതി സ്നേഹപരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ പുതിയ സുരഭിലമായ ചരിത്രം സായി ഗ്രാമം വഴി എഴുതി ചേർക്കപ്പെടുകയാണ് ഇപ്പോൾ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ സായി ഗ്രാമം ഒരു സ്വാശ്രയ സങ്കേതമാണ്. മഹാത്മാഗാന്ധിയുടെ പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തിൻ്റെ പ്രയോഗപാഠമാണ് സായി ഗ്രാമം. ആവശ്യമുള്ള വൈദ്യുതി സൗരോർജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ആവശ്യമുള്ള പാല് ഇവിടുത്തെ ഗോശാലയിൽ നിന്ന് ലഭിക്കുന്നു. ജൈവ മാലിന്യം പച്ചക്കറിത്തോട്ടത്തിന് വളമാകുന്നു. ജലം മാലിന്യമുക്തമാക്കി പുനരുപയോഗം നടത്തുന്നു. ഖരമാലിന്യം ഇതിനുള്ളിൽ തന്നെ സംസ്കരിക്കപ്പെടുന്നു. Is really heartwarming because it signifies dedication, discipline, determination on the part of Anand Kumar ji and his entire team. And I think that is what we should also look for in life. I've always believed that in life the 3 Ds are most important. One is determination, one is dedication, and one is discipline. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനേകം സ്ത്രീ പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സ്വന്തം ഭവനമാണ് സായി ഗ്രാമം. കല്യാണി കാൺക മാനസേ കാരുണ്യ കാരുണ്യമേ കാരുണ്യം കാരുണ്യം കാരുണ്യം